നമസ്കാരം. യുഎഇയിൽ ചില വിസ മാറ്റങ്ങൾ വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആദ്യത്തെ ഭാഗത്തിന്റെ വീഡിയോ 2 ദിവസം മുമ്പ് ഞാൻ ചെയ്ത ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തേത് രണ്ടാമത്തെ ഭാഗമാണ്. യുഎഇ പ്രവാസികളെ ബാധിക്കുന്നതും എന്നാൽ ചില ആശ്വാസം നൽകുന്നതുമായ വിപ്ലവകരമായ വിസ പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ യുഎഇയിൽ നിലവിൽ വന്നിരിക്കുന്നത്. ട്രാഫിക് ഫൈൻ ഉള്ളവർക്ക് വിസ നിഷേധിക്കുന്നത് മുതൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒരൊറ്റ വിസയിൽ യാത്ര ചെയ്യാവുന്ന GCC ഗ്രാൻഡ് ടൂർ വിസ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വിസ നടപടികൾ കൂടുതൽ എളുപ്പമാക്കുന്നതിനൊപ്പം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകുന്ന 10ഓളം പ്രധാന മാറ്റങ്ങളാണ് ഈ പുതിയ നിയമത്തിലുള്ളത്. അതിൽ നമുക്ക് ആദ്യത്തെ സ്പെഷ്യലിസ്റ്റ് വിസകളെ കുറിച്ച് ഒന്ന് നോക്കാം. യുഎഇ വളരുന്നതിനൊപ്പം തന്നെ സാങ്കേതിക വിദ്യകളും അതിവേഗം വളരുകയാണ്. ഈ സാഹചര്യത്തിൽ ആധുനിക വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകാൻ സ്പെഷ്യലിസ്റ്റ് വിസിറ്റ് വിസകൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അന്താരാഷ്ട്ര പരിപാടികളിൽ പങ്കെടുത്തവർ, മീഡിയ രംഗത്തെ പ്രമുഖർ എന്നിവർക്കായിട്ടാണ് ഈ വിസ ആനുകൂല്യം ലഭിക്കുക. ഇതുവഴി വലിയ കമ്പനികൾക്ക് കുറച്ചു കാലത്തേക്കായി ആഗോള വിദഗ്ധരെ വലിയ ചെലവുകളില്ലാതെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ സഹായകമാകും. അതുതന്നെയാണ് ഈ വിസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നുകൂടിയാണ്. ഇനി പ്രവാസികൾ ഏറെ കാത്തിരുന്ന GCC ഗ്രാൻഡ് ടൂർ വിസയെ കുറിച്ചാണ്. പ്രവാസികളും സഞ്ചാരികളും ഏറെ കാത്തിരുന്ന ഒരു വികസനമാണിത്. യൂറോപ്പിലെ ഷെൻജൻ വിസ പോലെ യുഎഇ, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ 6 ഗൾഫ് രാജ്യങ്ങളിലൂടെ ഒരൊറ്റ വിസ ഉപയോഗിച്ച് യാത്ര ചെയ്യാം. ഈ വിസ പദ്ധതി അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ വൈകാതെ ഇത് പ്രവാസികൾക്ക് ലഭ്യമാകും. കൂടാതെ ഈ സിംഗിൾ വിസ സംവിധാനം വരുന്നതോടുകൂടി ഗൾഫ് രാജ്യങ്ങളിലുടനീളമുള്ള മൾട്ടി കൺട്രി യാത്രകൾ വളരെ ലളിതമാകും. ഇത് മേഖലയിലെ ടൂറിസം വരുമാനത്തിന് വലിയ തോതിൽ സഹായിക്കുന്നത് കൂടിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും അത് പ്രവാസികൾക്ക് പ്രയോജനം ചെയ്യപ്പെടും എന്നൊക്കെയാണ് ഇതിന്റെ വിലയിരുത്തലിൽ വരുന്ന കാര്യങ്ങൾ. എന്തായാലും ഒരുപാട് പേര് കാത്തിരുന്ന ഒന്നാണ് ഈ വിസ. യുഎഇയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി യുഎഇ വിസ നിയമങ്ങളിൽ പ്രത്യേക ഇളവുകൾ വരുത്തുന്നതിനായിട്ട് ജീവകാരുണ്യ പ്രവർത്തകർക്ക് ഗോൾഡൻ വിസ നൽകാൻ തീരുമാനമായിട്ടുണ്ട്. വഖഫ് ഉൾപ്പെടെ അംഗീകൃത ചാരിറ്റബിൾ ഫൗണ്ടേഷനുകളിലേക്ക് കുറഞ്ഞത് 2 മില്യൺ ദിർഹം സംഭാവന നൽകുന്ന വ്യക്തികളെയും ഇതിൽ ഉൾപ്പെടുത്തും. അടുത്തത് ഇൻഫ്ലുവൻസർമാർക്കുള്ള വിസയുടെ കാര്യമാണ്. ഡിജിറ്റൽ മേഖലയിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് യുഎഇ പുതിയൊരു ഹബ്ബ് ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്രിയേറ്റേഴ്സ് HQ എന്ന പേരിൽ യോഗ്യരായ ഇൻഫ്ലുവൻസർമാർക്കും ഡിജിറ്റൽ പ്രതിഭകൾക്കും വളരെ എളുപ്പത്തിൽ ഗോൾഡൻ വിസ നടപടികൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നത്. ദുബായിയെ ആഗോള ഡിജിറ്റൽ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നേരത്തെ ചില അറിയിപ്പുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് യുഎഇയിൽ ലൈസൻസ് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ പദ്ധതി വന്നതോടെ വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. 2026 പുതിയ നിയമം അനുസരിച്ച് സന്ദർശന വിസയിൽ എത്തുന്നവർക്ക് രാജ്യം വിടാതെ തന്നെ ഓൺലൈൻ വഴി 2 തവണ വരെ 30 ദിവസത്തെ വിസ നീട്ടിയെടുക്കാൻ സാധിക്കും. എന്നാൽ വിസ കാലാവധി കഴിഞ്ഞുള്ള ഓരോ ദിവസത്തെയും ഓവർസ്റ്റേ ഫൈൻ ഗ്രേസ് പീരീഡ് ഇല്ലാതെ ആദ്യ ദിവസം മുതൽ 50 ദിർഹം വീതമായിരിക്കും. യുഎഇയിലെ താമസക്കാർക്ക് ഈ മാറ്റങ്ങൾ ദീർഘകാല സ്ഥിരതയും സർക്കാർ സേവനങ്ങളിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കുന്നതിനുമുള്ള പുതിയ അവസരങ്ങളാണ് തുറന്നു നൽകുന്നത്. എന്തായാലും പുതിയ തരം വിസകൾ ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഷെങ്കൻ വിസ മാതൃകയിലുള്ള ഗ്രാൻഡ് ടൂർ വിസ ഒരുപാട് നാളായിട്ട് ഈ വിസ വരുന്നതും കാത്ത് ഒരുപാട് പേര് ഇരിക്കുകയാണ്. ഒരൊറ്റ വിസയിൽ 4-5 രാജ്യങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികളും നിയമക്കുരുക്കുകളും ഒക്കെ കുറയും. യാത്ര കുറെ കൂടി സുഗമമാകും. ടൂറിസം മേഖല വികസിക്കും. അപ്പൊ ടൂറിസം മേഖലയിൽ അവസരങ്ങൾ വരുന്നത് പ്രവാസികൾക്കും ഏറെ നല്ലതാണ്. പിന്നെ ഇതിൽ കുറച്ച് ആശങ്കയുള്ളൊരു കാര്യം, പുതിയതായിട്ട് വിസ പുതുക്കണമെങ്കിൽ ട്രാഫിക് ഫൈൻ പോലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം തീർക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം വിസ പുതുക്കാൻ ഒരു കാരണവശാലും യുഎഇ സർക്കാർ അനുവദിക്കുന്നതല്ല. അത്തരം ചില ആശങ്കകളാണ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അത് മാറ്റി നിർത്തിയാൽ വിസ നിയമങ്ങളിൽ വന്ന മാറ്റം വളരെ പോസിറ്റീവായിട്ടുള്ളത് തന്നെയാണ്. ഒരുപാട് പേർക്ക് പ്രയോജനം നൽകുന്ന രീതിയിൽ തന്നെയാണ് പുതിയ രീതിയിലുള്ള വിസ നിയമങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.